പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ അക്ഷരഭോഗവും പറഞ്ഞു, കാവ്യകലിയും പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പൊ അവരിങ്ങനെ കവികളി ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് വിചാരിക്കുന്ന ആരും കിട്ടാത്തതുകൊണ്ടായിരിക്കും വെച്ചതാണ്. തയ്യാറാണെങ്കിൽ നമ്മള് ഒരു ഈ 3 മാസം കഴിഞ്ഞുള്ളൂ, ഒന്ന് തയ്യാറായിട്ട് ഇന്നോളാൻ പറഞ്ഞു. കുട്ടികളുടെ അക്ഷരശ്ലോകം വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കുട്ടികളെ വെക്കുന്നത്. അപ്പൊ തീരെ കുട്ടികളാണെങ്കിൽ അവരുടെ ഈ എന്താണ് ബാലവേദി ഉണ്ട്, അതിൽ വെക്കാം. എന്താ 17-18 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വലിയവരുടെ അക്ഷരത്തിൽ വെക്കാൻ പറ്റൂ. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാവുമ്പോ കുട്ടികളുടെ ഇതിൽ അപ്പൊ അതും കൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു. കാരണം കുട്ടികളിൽ നന്നായിരിക്കും കുറച്ചുകൂടി. അത് ജയ അവരെ ശരിയായിക്കോളാമെന്നുണ്ട്. അവർക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ വളരെ അതെ 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 അതെ. ഇവിടെയൊക്കെ പോരാനെന്ന് പറയുമ്പോൾ കുറെ എന്തായാലും തയ്യാറാവുകയും ചെയ്യുമല്ലോ. ആകാശവാണി പോകാന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് പോരുന്നു. കുഴപ്പമില്ല. അവര് കുഴപ്പമില്ലാത്തവരാ. അതുകൊണ്ട് മലയാളം അമ്മ അവര്. ശരി. ശരി. കൊല്ലംകാരിയാ. കൊല്ലത്ത് പഠിച്ചെന്നു. കോളേജിലോ? റെക്കോർഡിംഗ് തുടങ്ങി സാർ. നമുക്ക് തുടങ്ങാം. സഹനാവവതു സഹനതു ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കളും ജീവിതം നേടണം. പതിനൊന്നിൽ 2 എടുത്തേ. അതെ, ഇനി 3. പഞ്ചമസ്കന്ധം 11-ാം അധ്യായം ശ്ലോകം 3. പഞ്ചമസ്കന്ധം അധ്യായം 11 ശ്ലോകം 3. രഘുഗണനോട് ഭരതൻ ചെയ്യുന്ന ഉപദേശങ്ങളിലെ 2 ശ്ലോകം തുടങ്ങി വെച്ചു. തസ്യതത്വഗ്രഹണായ ഭാഗാത് വരീയഫീരപിവാദസമാഫൻ സ്വപ്നേ നിരുക്ത്യ ഗൃഹമീതി ഗൗഖ്യം നയുഷ്യയാനുമിതം സ്വയം സ്യാത്. വേദത്തിലെ കർമ്മകാണ്ഡം യാഥാർത്ഥ്യമല്ല. വേദവാദേഷു തത്വവാദ പ്രായേണ ശുദ്ധോ അനുശകാസ്തി ബാധു എന്ന് പറഞ്ഞാണ് അവർ നിർത്തിയത്. തസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയഫീരപി വാചസമാം. തസ്യ അവന്, കർമ്മകാണ്ഡത്തിൽ കൂടി സഞ്ചരിക്കുന്നവന്, തത്വഗ്രഹണായ സാക്ഷാത്തായ തത്വം അറിയാൻ വേണ്ടിയിട്ട് വരീയഫീഹി അപി വാചസമാസം. വരീയഫീഹി അപി വാചഃ. വരീയഫിന്റെ ശ്രേഷ്ഠം. വരീയാൻ വരീയഫി, വരമായത് ശ്രേഷ്ഠമായത് എന്നുള്ള അർത്ഥത്തിലാണ്. വരീയഫീഹി വാചഃ അപി, ശ്രേഷ്ഠമാണ് എങ്കിലും ആ വാക്കുകൾ, ഏത് വാക്കുകൾ? വേദവാക്കുകൾ. മുകളിൽ പറഞ്ഞു വെച്ചതാണ്. വേദത്തിന്റെ കർമ്മകാണ്ഡങ്ങൾ ഉൾപ്പെടുന്ന വാക്കുകൾ സമാഫൻ, മതിയാവുകയില്ല. സമാഫൻ, സമമായി തീരുക, മതിയാവുക. സമാഫൻ, മതിയാവുകയില്ല. തസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയഫീഹി വാചഹാപി ന സമാഫൻ. അവനെ തത്വം സ്വീകരിക്കാൻ സാക്ഷാത്തായ വേദവാക്കുകൾ പോലും മതിയാവുകയില്ല. അതിന് ഉദാഹരണം പറയാണ്. സ്വപ്നേ നിരുക്ത്യാം ഗൃഹമേധിപൗഖ്യം. സ്വപ്നത്തിൽ നിരുക്ത്യ. ഇവിടെ നിരുക്തത്തിന് മറ്റേ ശാസ്ത്രത്തിലെ നിരുക്തം എന്നുള്ള അർത്ഥമല്ല ഇവിടെ സ്വീകരിക്കുന്നത്. ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥത്തിലാണ്. നിരുക്തി നിശേഷമായി പറയപ്പെട്ടത് ഒരു ഉദാഹരണത്തിലൂടെയാണ്. അതുകൊണ്ട് ഉദാഹരണത്തിന് കൊടുക്കുന്ന ഒരു പേരാണ് നിരുക്തി എന്ന്. അപ്പം സ്വപ്നി നിരുക്തിയാണ്. ഗൃഹമേധി സൗഖ്യം.
ഗൃഹമേധി ഗാർഹസ്ഥ്യം. ഗാർഹസ്ഥ്യമനുഷ്ഠിക്കുന്നവരുടെ സൗഖ്യം സ്വപ്നത്തിലെ ദൃഷ്ടാന്തങ്ങൾ, സ്വപ്നത്തിലെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഹേയാനുമിതം, ഉപേക്ഷിക്കത്തക്കതാണെന്നാണ് അനുമാനം. ഹേയം ഉപേക്ഷിക്കത്തക്കത്, അനുമിതം അനുമാനം. ഹേയാനുമിതം സ്വയം സ്യാത്, സ്വയം ഹേയാനുമിതം സ്വയം ഉപേക്ഷിക്കത്തക്കതാണ് എന്ന് നസ്യാൽ ഭവിക്കില്ലേ, അങ്ങനെ വന്നു ചേരുമല്ലോ. അതായത് വേദവാക്കുകൾ പൂജ്യങ്ങളാണ്, അതിന് സംശയമില്ല. പക്ഷേ വിഷയവിരക്തി വരാതിരിക്കുന്ന ഒരാൾക്ക് പരമാർത്ഥജ്ഞാനം ഉണ്ടാക്കിത്തരാനുള്ള ശക്തി വേദത്തിലെ കർമ്മകാണ്ഡങ്ങൾക്കില്ല എന്ന് സംശയം പാടില്ല. രണ്ട് ക്ലോസിലാണ്. ഒന്ന്, വിഷയവിരക്തി വരാതിരിക്കുന്ന ഒരാളാണ് വേദവാക്കുകളിലൂടെ സഞ്ചരിച്ചു പോകുന്നതെങ്കിൽ അവനെ പരമാർത്ഥജ്ഞാനം ഉണ്ടാക്കാനുള്ള ശക്തി കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദങ്ങൾക്കില്ല. വിഷയവിരക്തി വരാത്ത ഒരാൾ വേദം സ്വീകരിച്ചാൽ, പഠിച്ചാൽ, അറിഞ്ഞാൽ അവന് വേദത്തിലെ കർമ്മകാണ്ഡങ്ങൾ അനുഷ്ഠിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതിൽ നിന്നും അവനെ കരകയറ്റി മുകളിലേക്ക് കൊണ്ടുവരുവാൻ ഈ വേദത്തിലെ കർമ്മകാണ്ഡങ്ങളുടെ വാക്കുകൾ സഹായിക്കത്തില്ല. ഗൃഹസ്ഥാശ്രമികൾക്ക് സുഖം വളരെ തുച്ഛമാണെന്ന് ബോധ്യപ്പെടുത്താൻ സ്വപ്നത്തിൽ കാണുന്ന സുഖവും ഗൃഹസ്ഥാശ്രമ സുഖവും ഒരുപോലെയാണെന്ന് ചോദിക്കാം. ദൃഷ്ടാന്തം അവിടെയാണ്. ഉദാഹരണം, ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ സുഖം ഏതുപോലെയാണ്? സ്വപ്നത്തിൽ അനുഭവിക്കുന്ന സുഖം പോലെ മാത്രമാണ്. ഇത് രണ്ടും അല്പകാലസ്ഥമാണ്. സ്വപ്നകാലത്തിലെ സ്ഥിതം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സ്വപ്നം കാണുന്ന കാലം മാത്രമേ ഉള്ളൂ. ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ സുഖവും ആ ഗൃഹസ്ഥാശ്രമത്തിന്റെ പരിശ്രമത്തിൽ വരെ മാത്രമേ ഉള്ളൂ. അതെപ്പോഴനുഭവിച്ചു തീരുന്നോ അതോടെ ആ സുഖം കഴിയും. ഇത് വിചാരം ചെയ്തത് കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സത്യം അവയ്ക്കില്ല എന്ന് അനുമാനിച്ചറിയാൻ ആർക്ക് ശക്തിയില്ലയോ, വിഷയവിരക്തി ആർക്കുണ്ടായിട്ടില്ലയോ, അവർക്ക് പരമാർത്ഥമായ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. ആത്മാനന്ദം അനുഭവിച്ചവർ വിഷയസുഖം തുച്ഛമാണ്, അതിനെ അവർ വെറുക്കുകയും ചെയ്യും. ആത്മഭാഷ്യകാരം ഇല്ലാത്തവർ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് തത്വജ്ഞാനം ഉണ്ടാക്കാൻ ആവാതെ കഷ്ടപ്പെടും. അപ്പോൾ വേദം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണവും ദോഷവും വ്യക്തമാക്കി. എന്തുകൊണ്ടായിരിക്കണം ഒരു കാലഘട്ടത്തിൽ വേദം എല്ലാവരെയും പഠിപ്പിക്കാതെ പോയത് എന്നുള്ള വ്യാസം ബുദ്ധിപൂർവ്വമില്ല. വിഷയവിരക്തി വരാത്ത ഒരാൾ വേദത്തിലേക്ക് കടന്നാൽ അയാൾക്ക് ഭൗതിക ജീവിതം, ഗാർഹസ്ഥ്യ ജീവിതം സ്വപ്നത്തിൽ കാണുന്ന പോലെ മാത്രമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകും. ഗാർഹസ്ഥ്യ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിപ്പോ തീരും, ഇത് ഉപേക്ഷിക്കണം എന്നുള്ള വിചാരം ഉണ്ടാവില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ സ്വപ്നം ഇത്ര കഴിയുമ്പോൾ തീരും, ഞാൻ ഉറങ്ങും എന്നൊരു വിചാരം ഉണ്ടാവില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, അയാൾക്ക് ആ ബോധം ഉണ്ടാവില്ല. ഗാർഹസ്ഥ്യ ജീവിതം അനുഭവിക്കുന്ന ഒരാൾക്ക് ഇതിപ്പം ഈ വർഷം, അടുത്ത വർഷം, 10 വർഷം, 20 വർഷം, 30 വർഷമൊക്കെ ഇതേ ഗതിയിൽ എന്നുള്ള ബോധം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അതുപോലാണ് ശരിയായ വിഷയവിരക്തി വരാത്ത ഒരാൾ വേദത്തിലൂടെ സഞ്ചരിച്ചാൽ അയാൾക്ക് വേദത്തിലെ കർമ്മകാണ്ഡങ്ങൾ മാത്രം അനുഭവിച്ച് യത്നങ്ങൾ മാത്രം ചെയ്ത് അതിൽ പറഞ്ഞത് മാത്രം വിശ്വസിച്ച് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വിഷയവിരക്തിയാണ്. അത് വന്നിട്ട് വേദം കയ്യിലെടുക്കൂ, അപലക്ഷിക്കപ്പെട്ടത് എന്ന് ഭംഗിതരേണ വേദ താല്പര്യം ഒന്ന് ബോധ്യപ്പെടുത്തുക. ഈ ശ്ലോകം എങ്ങനെയൊക്കെ വേണമെങ്കിൽ വളർത്തി തിരിച്ചെടുത്ത് വിരുദ്ധമായി വേദം തെറ്റാന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാം. അങ്ങനെ കേൾക്കുന്നവരുണ്ടാവാം.
പക്ഷെ ഇതിന്റെ തത്വം ശരിക്കറിഞ്ഞ് നമുക്ക് ആ ബോധം ഉണ്ടാവില്ല. തത്വഗ്രഹണായ സാക്ഷാത് വരീയഫീരവിവാചസമാസൻ സ്വപ്നേ നിരുക്യാഗ്രഹമേതി സൗഖ്യം നയുക്യഹേയാനുമിതം സ്വയം സ്യാത്. തസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയഫീരവിവാചസമാസൻ സ്വപ്നേ നിരുക്യാഗ്രഹമേതി സൗഖ്യം നയുക്യഹേയാനുമിതം സ്വയം സ്യാത്. യാവൻ മനോരജഭാപൂരുഷസ്യ തത്വേന വാദം ഭാവാനുവാനുരുദ്ധം ചേതോഭിരാകൂരിഭിരാതനോതി നിരങ്കുശം കുശലം ചേതരം വാം. യാതൊരു കാലം വരെയാണ് മനസ്സ് രജഭ രജോഗുണം കൊണ്ട് പുരുഷസ്യ പുരുഷന്റെ മനസ്സ് രജോഗുണം കൊണ്ട് സത്വേന വാ സത്വഗുണം കൊണ്ട് തമസ വാ തമോ ഗുണം കൊണ്ടോ അനിരുദ്ധമായിരിക്കുന്നു, വശീകരിക്കപ്പെട്ടിരിക്കുന്നു. ചേതോഭിഹി ചേതസ്സുകളെ കൊണ്ട് മനസ്സുകളെ കൊണ്ടും മനസ്സുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും, ഇവിടെ ചേതോഭിഹി ബഹുവചനം പറയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ആഹൂതിഭിഹി ആഹൂതികൾ കർമ്മങ്ങളാണ്. ഇവിടെ കർമ്മങ്ങൾ വെച്ചാൽ കർമ്മേന്ദ്രിയങ്ങളാണ്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ചേതോഭി ആകൂതിഭി എന്നുള്ള രണ്ട് വാക്കുകൊണ്ട് ചേതോഭിരാകൂതിഭിരാതനോതി ആതനോതി ചെയ്യുന്നു. ജ്ഞാനേന്ദ്രിയം കൊണ്ടും കർമ്മേന്ദ്രിയം കൊണ്ടും ചെയ്യുന്നു നിരങ്കുശം, അങ്കുശമില്ലാതെ, അല്ലെങ്കിൽ അതിന് ഒരു തടയിണയില്ലാതെ, സ്വതന്ത്രമായിട്ട്, ഒരു തടസ്സമില്ലാതെ സ്വതന്ത്രമായിട്ട് കുശലം. ഇവിടെ കുശലത്തിന് പുണ്യം എന്നാണ്. ഇതരം വാ പാപമായിട്ടുള്ളതോ ആയ കർമ്മത്തെ സ്വതന്ത്രമായി ചെയ്യും. കുശലം ച ഇതരം വാ, പുണ്യമോ പാപമോ. നേരിട്ട് ഇനി വാക്കിന് അർത്ഥമൊന്നും നമ്മൾ കൊടുക്കില്ല, സന്ദർഭമായിട്ട് നമുക്ക് അർത്ഥം എടുത്തു വേണം വ്യാഖ്യാനിച്ച് പറയാം. കുശലം സുഖമാണ്, ഇതരം അല്ലെങ്കിൽ അത് പാപമാണ്, അല്ല പുണ്യമാണ്. ഇതരം എന്താണ്? പാപം. കുശലം ച ഇതരം വാ, പുണ്യപാപങ്ങൾ ആയിട്ടുള്ള സമസ്ത കർമ്മങ്ങളും ജ്ഞാനേന്ദ്രിയം കൊണ്ടും കർമ്മേന്ദ്രിയം കൊണ്ടും സ്വതന്ത്രമായി ഒരു തടസ്സവുമില്ലാതെ ചെയ്തിട്ടുണ്ടേയിരുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ കാണുന്ന ഭൗതിക ലോക ജീവിതം, സംസാര ജീവിതം സത്യമല്ല എന്ന്, ആ സത്യം ആപേക്ഷിക സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള യത്നത്തിൽ മനസ്സാണ് സംസാരത്തിന് മൂലകാരണം എന്നിപ്പോ ബോധ്യപ്പെടുക. മനസ്സ് എത്ര കാലം വരെയാണോ രജസ് സത്വ തമോ ഗുണങ്ങളെ ആശ്രയിച്ച് സ്വതന്ത്രമായി ഈ കർമ്മം ചെയ്തുകൊണ്ടേ, പുണ്യകർമ്മം ചെയ്യും, പാപകർമ്മം ചെയ്യും, ഈ ലോകത്തിലേക്കും പരലോകത്തിലേക്കും വേണ്ടിയുള്ള സുഖങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടാണ് ഈ പുണ്യമോ പാപമോ രണ്ടും കൂടി ചേർന്നുമായ കർമ്മങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയം കൊണ്ടും ചെയ്യും. മനസ്സാണ് ഇതിന് കാരണക്കാരൻ. പുണ്യം ചെയ്യുന്നതും മനസ്സുണ്ട്, പാപം ചെയ്യുന്നതും മനസ്സുണ്ട്. ആ മനസ്സ് പ്രേരിപ്പിച്ച് ജ്ഞാനേന്ദ്രിയം കൊണ്ടും കർമ്മേന്ദ്രിയം കൊണ്ടുമാണ് പുണ്യവും പാപവും ഒക്കെ ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ ഇന്ദ്രിയം ഇല്ല, ഓരോ മനസ്സില്ല. ഒരേ മനസ്സ് തന്നെയാണ് ഈ സ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വ്യവഹാരം സത്യമല്ല എന്ന് ഉറപ്പിക്കാൻ സംസാരം തന്നെ സത്യമല്ലെന്ന് ബോധ്യപ്പെടും. സംസാരം സത്യമല്ല എന്ന് ഉറപ്പിക്കുന്നത് എന്താണ്? മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ്. മനസ്സ് തന്നെ ചഞ്ചലമാണ്, മനസ്സ് തന്നെ അസ്ഥിരമാണ്. ആ മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത്. മനസ്സ് മൂന്ന് ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് സത്വവും രജസും തമസും ചെയ്യും. സത്വം ചെയ്യുമ്പോൾ പുണ്യമാകും, രജസും തമസും ചെയ്യുമ്പോൾ പാപമാകും.
മനസ്സ് പ്രേരിപ്പിച്ചിട്ട് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും ഇത്രയും ചെയ്തുകൊണ്ടേ യാവൻ മനോരജഭാപുരുഷസ്യ സത്വേന വാദം അനുരുദ്ധം ചേതോഭിരാകൂതിഭിരാതനോതി നിരങ്കുശം കുശലം ചേതരം വാം യാവൻ മനോരജഭാപുരുഷസ്യാം സത്വേന വാദം ഭാവാനുരുദ്ധം ചേതോഭിരാകൂതിഭിരാതനോതി നിരങ്കുശം കുശലം ചേതരം വാം യാവൻ മനോരജഭാപൂരുഷസ്യ സത്വേന വാദം ഭാവാനുരുദ്ധം ചേതോഭിരാകൂതിഭിരാതനോതി നിരങ്കുശം കുശലം ചേതരം വാം വാസനാത്മാ വിഷയോപരക്തോ ഗുണപ്രവാഹോ വികൃത ഷോഡശാത്മാം ബിഭ്രത്പഥന്നാമഭിരൂപഭേദം അന്തർബഹിഷ്ട്വം ച പുരൈസ്തനോതി. വാസനാത്മാ, ആ മനസ്സ് വാസനാത്മാവായിട്ട് വിഷയോപരക്തോ, വാസനയുടെ ആത്മസ്വരൂപമായിട്ട് വിഷയങ്ങളിൽ ഉപരക്തനായി, ആരക്തിയുള്ളവനായി, താല്പര്യമുള്ളവനായിട്ട് വിഷയോപരക്തോ ഗുണപ്രവാഹോ, ഗുണങ്ങളുടെ വരവനുസരിച്ച്, പ്രവാഹം ഒഴുക്ക് വരവ്, ആ ഗുണപ്രവാഹം അനുസരിച്ച് വികൃത മാറ്റമുണ്ടാകുന്നു, ചലിക്കുന്നു, വികാരമുണ്ടാകുന്നു. എങ്ങനെ? ഷോഡശാത്മാ, 16 ആത്മസ്വരൂപങ്ങളായിട്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അതേപോലെ പഞ്ചഭൂതങ്ങൾ 5, 15 മനസ്സിൽ ചേരുമ്പോൾ 16. ഷോഡശ ആത്മാ ധരിക്കുന്നു. പ്രഥമ നാമഭി രൂപഭേദം, ഭിന്നങ്ങളായ പ്രത്യേകങ്ങളായ നാമങ്ങളോട് കൂടിയ രൂപഭേദത്തെ, പദാർത്ഥങ്ങളുടെ രൂപഭേദത്തെ, ഓരോ പദാർത്ഥങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പേര് കൊടുക്കാൻ രൂപഭേദം കൊണ്ടാണ് ഈ പേര് മാറുന്നത്. ഒന്ന് തന്നെയാണ്. പശുവിൽ നിന്നും കറന്നു വെക്കുമ്പോൾ പാൽ എന്നായി പേര്. അത് ഉറയൊഴിച്ച് തൈരാക്കുമ്പോൾ ആ പാലിന്റെ പേര് മാറി തൈരെന്ന്. അത് കളഞ്ഞ് വെണ്ണയെടുക്കുമ്പോൾ അതിന് മോരെന്നും നെയ്യെന്നും പേരായി. എല്ലാം പാല് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. പക്ഷേ രൂപഭേദം കൊണ്ട് പ്രഥന്നാമത്തിൽ പേര് മാറി, പ്രത്യേകം പ്രത്യേകം. എന്റെ തന്നെ രൂപം മാറണമെന്നില്ല, ഭാവം ഒന്ന് മാറിയാൽ മതി, ഞാൻ പ്രത്യേകം പ്രത്യേകം അറിയപ്പെടും. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകനാകും, വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറാകും, ഏത് ജോലി ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള പേര് എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. നാമഭിരൂപഭേദം അന്തർബഹിഷ്ട്വം, ഉള്ളിലും പുറത്തുമുള്ള ഭാവത്തെ, ബഹിഷ്ട്വം പുറത്തുമുള്ള ഭാവത്തെ, പുരൈഹി തനോഹി, അകത്തും പുറത്തുമുള്ള ഭാവങ്ങളെ ശരീരങ്ങളാൽ, പുരം ശരീരം, പുരൈഹി ശരീരങ്ങളാൽ തനോതി ചെയ്യുന്നു. പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഉണ്ടാകുന്നു, മനസ്സ് സങ്കല്പിച്ച് ഉണ്ടാക്കി ചെയ്യുന്നു എന്ന് തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞപ്പോൾ ആ മനസ്സിന് കൂട്ടുകാരനായിട്ട് വാസനയുണ്ട്. വാസനയനുസരിച്ചിട്ടാണ് പലവിധ ശരീരങ്ങളാകുന്നത്. ഈച്ചയാകുന്നു, പൂച്ചയാകുന്നു, പുഴുവാകുന്നു, പട്ടിയാകുന്നു, ആനയാകുന്നു, മനുഷ്യനാകുന്നു, ദേവന്മാരാകുന്നു, മനുഷ്യരാകുന്നു എന്നിങ്ങനെ ആ ഒരേ ജീവൻ തന്നെ പല പേരുകളിൽ അനേക ശരീരങ്ങളായിട്ട്, അത് ആ വാസന തന്നെ ഉത്കൃഷ്ടമായി സത്വഗുണമായി പരിണമിക്കുമ്പോൾ ദേവന്മാരായി, ആ വാസന തന്നെ
എന്താണ് മധ്യമമായി തീരുമ്പോൾ മനുഷ്യരാകും. ആ വാസന തന്നെ അധമാവുമ്പോൾ മൃഗങ്ങളാകും. അങ്ങനെ ഭിന്നങ്ങളായ പേരും വഹിച്ച് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മത്തിന് അധികാരികളാണ് അനധികാരികളാണ് എന്ന് കൽപ്പിച്ച് ഉത്കൃഷ്ടം നികൃഷ്ടം എന്നുള്ള ഭേദത്തെ, ഭേദം അറിയാനുള്ള അധികാരമുള്ളവർ ഉത്കൃഷ്ടർ, അല്ലാത്തവർ നികൃഷ്ടർ എന്ന് ഒരു ഭേദം സങ്കല്പം കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് വാസ്തവത്തിൽ ഉള്ളതല്ല. അതിന്റെ കാരണം ധർമാധർമ്മവാസനകൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന മനസ്സെപ്പോഴും വാസനയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അത് കാമാദികളായ പല വൃത്തികൾ കൊണ്ട് മാറ്റം ഉണ്ടാകും. മനസ്സിന്റെ സങ്കല്പത്തിന് മാറ്റം വരുന്ന കാമാദികളായ ചിത്തവൃത്തികൾ കൊണ്ടാകും. അങ്ങനെ മാറ്റം ഉണ്ടായിട്ട് സത്വരജസ്തമ ഗുണങ്ങൾക്ക് അധീനനായിട്ട് വിഷയങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് വൈവിധ്യമാർന്ന കർമ്മങ്ങൾ മനസ്സനുസരിക്കുന്നത്. ഒരേ ആൾ തന്നെ ഒരേ മനസ്സുകൊണ്ട് പൂജ ചെയ്യുന്നു, അതേ മനസ്സുകൊണ്ട് ചീട്ടെടുക്കുന്നു, അതേ മനസ്സുകൊണ്ട് വെട്ടിക്കൊള്ളുന്നു. ഇതെല്ലാം ഒരാൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അയാളുടെ മനസ്സിന്റെ സങ്കല്പവും വാസനയും ഒക്കെ ത്രിഗുണങ്ങളെ ആശ്രയിച്ചിട്ട് വ്യത്യാസപ്പെട്ട് പല പേരുകൾ അറിയിച്ചത്. നാമം ചെല്ലുമ്പോൾ ഭക്തൻ എന്ന് വിളിക്കും, മറ്റൊരാളെ കൊല്ലുമ്പോൾ കൊലയാളി എന്ന് വിളിക്കും, ജയിലിൽ കിടക്കുമ്പോൾ ജയിൽ ചെല്ലി എന്ന് വിളിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള പേരുകൾ വന്നു ചെയ്യും. കർമ്മങ്ങൾ ചെയ്യുന്നത് ശരീരം കൊണ്ടും ഇന്ദ്രിയം കൊണ്ടുമാണെങ്കിലും പഞ്ചഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും അടങ്ങിയ 16 ഘടകം ആണ് അതിനെ പ്രേരിപ്പിച്ചത്. ആ 16 മുഖ്യൻ മനസ്സ് തന്നെയാണ്. കാരണം പ്രേരണ മനസ്സാണ്. ആത്മാവിന്റെ ഒരു ഉപാധിയാണല്ലോ മനസ്സ്. ആ മനസ്സിന്റെ ശുദ്ധിയും അശുദ്ധിയും അനുസരിച്ചാണ് ആത്മാനന്ദവും ആത്മദുഃഖവും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ ശ്ലോകം മുഴുവൻ വ്യാഖ്യാനിച്ചത്. വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ കുടുംബജീവിതം പോലെ സത്യം, ആപേക്ഷിക സത്യമാണെന്ന് കരുതി അതിൽ ആകർഷണമായിട്ട് അത് മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ച് അതിൽ കൂടി സഞ്ചരിച്ച് തൻ്റെ മനസ്സുകൊണ്ട് പുണ്യകർമ്മവും പാപകർമ്മവും ഒക്കെ ചെയ്ത് അതിൻ്റെ പരിണതഫലമായി 100,000 യോനികളിൽ 100,000 ജീവജാലങ്ങൾ കൂടി ജനിച്ച് ഉത്കൃഷ്ടവും നികൃഷ്ടവുമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ കർമ്മങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്നത് മനസ്സാണ്. അതുകൊണ്ട് സുഖവും ദുഃഖവും അനുഭവിച്ച് മനുഷ്യനിപ്പോൾ കഴിഞ്ഞുകൂടുകയാണ് എന്ന്, എന്തുകൊണ്ട് സുഖദുഃഖാനുഭവത്തിലൂടെ മനസ്സ് സഞ്ചരിച്ചു പോകുന്നുവെന്ന് മനുഷ്യന്റെ സങ്കല്പഭേദഭാവങ്ങൾ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ. സ്വവാസനാത്മാ വിഷയോ പരക്തോ ഗുണപ്രവാഹോ വികൃത ഷോഡശാത്മാം നാമഭിരൂപഭേദം അന്തർബഹിഷ്ഠം ചപുരൈസ്തനോദീം. സ്വവാസനാത്മാ വിഷയോ പരക്തോ ഗുണപ്രവാഹോ വികൃത ഷോഡശാത്മാം നാമഭിരൂപഭേദം അന്തർബഹിഷ്ഠം ചപുരൈസ്തനോദീം. സ്വവാസനാത്മാ വിഷയോ പരക്തോ ഗുണപ്രവാഹോ വികൃത ഷോഡശാത്മാം നാമഭിരൂപഭേദം അന്തർബഹിഷ്ഠം ചപുരൈസ്തനോദീം. ദുഃഖം സുഖം വ്യതിരിക്തം ചാം തീവ്രം കാലോപപന്നം ഫലം ആവ്യനക്തി ആലിംഗ്യമായാരചിതന്തരാത്മാ സ്വദേഹിനം സംസൃതിചക്രകൂട. ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം. ദുഃഖം സുഖം അത് വ്യതിരിക്തമായ വേർപെട്ടിരിക്കുന്ന സുഖദുഃഖങ്ങളെ, സുഖം വേറെയാണ് ദുഃഖം വേറെയാണെന്ന് സുഖദുഃഖങ്ങളെ വ്യതിരിക്തമായിട്ടും തീവ്രമായിട്ടും ശക്തമായിട്ടും കാലോപപന്നം ഫലം ആവ്യനക്തി കാലത്താൽ വന്നു ചേരുന്ന ഫലം ആയ
സുഖദുഃഖങ്ങൾ കാലോപപന്നം സുഖം ദുഃഖം വ്യതിരിക്തം തീവ്രം ച ഫലം തീവ്രവുമായിരിക്കുന്ന ഫലത്തെ ആ വ്യക്തി പ്രകടിപ്പിക്കുന്നു, വ്യഞ്ചിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. ആത്മാവിന്റെ അഭിവ്യക്തിയാണ്, ആത്മാവിന്റെ പ്രകടീകൃതമായ ഭാവമാണ് മായ കൊണ്ട് നിർമ്മിച്ച മനസ്സ്. അത് ആത്മാവിനെ ആശ്രയിക്കുന്ന കൊണ്ട് ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ല. കാലോപപന്നം, കാലം കൊണ്ട് വന്നിരുന്ന, ആർക്കും അതിനെ തടുക്കാൻ കഴിയാത്തതായതുകൊണ്ട് സുഖദുഃഖങ്ങൾ സകല ദേഹത്തിലും ഇരുന്ന് അനുഭവിക്കാൻ മനസ്സാണ് കാരണമായിട്ട്. ആലിംഗ്യ മായാരചിത അന്തരാത്മാ, ആലിംഗനം ചെയ്തിട്ട് ആശ്രയിച്ചിട്ട് മായാരചിത അന്തരാത്മാ, മായയാൽ ഉണ്ടാക്കപ്പെട്ട അന്തരാത്മാവും അതേപോലെ സ്വദേഹിനം സംസ്കൃതി ചക്രകൂട, സംസാരമെന്നുള്ള ഈ ചക്രകൂടം ചക്രം മായ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട തൻ്റെ അന്തരാത്മാവും മനസ്സും സംസാര ചക്രകൂടവും ആ മനസ്സെന്ന ഭാരത്തെ വഹിക്കുന്നവനായ ഭാരവാഹിയായ ആ മനസ്സാണ് ഇതിന് രണ്ടിനെയും വഹിക്കുന്നത്. സംസാരത്തെയും വഹിക്കുന്ന മനസ്സാണ്, ഇന്ദ്രിയങ്ങളെയും വഹിച്ചു നടക്കുന്ന മനസ്സാണ്. ഇന്ദ്രിയങ്ങളെ സംസാരത്തിലേക്ക് ഇറക്കി വിട്ട് അനുഭവിപ്പിക്കുന്നതും മനസ്സാണ്. ആ മനസ്സ് സ്വന്തം ദേഹിയെ, സ്വന്തം ജീവനെ ആശ്രയിച്ചിട്ട് കാലം കൊണ്ട് വന്നു ചേരുന്ന ഫലമായ സുഖദുഃഖങ്ങളും അത് തീവ്രമായും വ്യതിരിക്തമായും കാണപ്പെടുന്നതിനെയൊക്കെ പ്രകടിപ്പിക്കുന്നു. ഓരോ ദേഹത്തിലും ഇരുന്നു കൊണ്ട് അനുഭവപ്പെടുത്തലാണ് മനസ്സിന്റെ ജോലി. ഒരേ മനസ്സ് തന്നെ സുഖം അനുഭവിപ്പിക്കും, അതേ മനസ്സ് തന്നെ ദുഃഖവും അനുഭവിക്കും. ഇത് രണ്ടും ഈ മായയെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. രണ്ടും സാങ്കല്പികമാണ്. മനസ്സ് പോലും അങ്ങനെ തന്നെയാണ്, അത് മായ കൊണ്ടുണ്ടാക്കിയതാണ്. ആ മനസ്സ് ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും അനുഭവിപ്പിക്കാൻ കാരണമാകുമ്പോൾ അത് അതിനേക്കാൾ മായികമാണ്. ഇത് രണ്ടും ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാര ചക്രം ഇങ്ങനെ കറങ്ങി അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ഗൃഹസ്ഥൻ തന്റെ കുടുംബജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങളും അവയുടെ തീവ്രതയും ഒക്കെ എന്ന് ഒന്ന് വ്യക്തമാക്കുന്നു ഗൃഹസ്ഥനായ രഘുഗണന് വേണ്ടി. ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപവന്നം ഫലമാഭ്യനക്തി ആലിംഗ്യമായ അരചിതാന്തരാത്മാ സ്വദേഹിനം സംസ്കൃതി ചക്രകൂടാം. ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപവന്നം ഫലമാഭ്യനക്തി ആലിംഗ്യമായ അരചിതാന്തരാത്മാ സ്വദേഹിനം സംസ്കൃതി ചക്രകൂടാം. താവാനയം വ്യവഹാര സ്വദാവി ക്ഷേത്രജ്ഞ ഭാക്ഷ്യോ ഭവതി സ്ഥൂലസൂക്ഷ്മാം തസ്മൻ മനോലിംഗമതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യാം. താവാനയം വ്യവഹാരം, അതുവരെയുള്ളൂ ഈ വ്യവഹാരം. ഏതുവരെ? സ്വദാവി, എല്ലായ്പ്പോഴും ആവിഷ്കരിക്കപ്പെടുന്ന, ആവിർഭവിക്കുന്ന, ഉണ്ടാകുന്ന ക്ഷേത്രജ്ഞ സാക്ഷ്യോ, ക്ഷേത്രജ്ഞൻ എന്ന ആത്മാവിനാൽ കാണപ്പെടുന്ന, സാക്ഷിയായിരിക്കുന്ന, സാക്ഷി കണ്ണുകൊണ്ട് കാണുന്നവനാണ് ആയിട്ട് സദാവി എല്ലായ്പ്പോഴും ആവിർഭവിച്ചുകൊണ്ടേയിരിക്കും. ക്ഷേത്രജ്ഞൻ എന്ന സാക്ഷിയായിട്ട് ഇത് കണ്ടുകൊണ്ടേ, ക്ഷേത്രം ശരീരമാണ്,
ക്ഷേത്രജ്ഞൻ അതിലുള്ള ആത്മാവിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നത്. ക്ഷേത്രജ്ഞ ഭക്ഷ്യോ അതെന്താണ്? സ്ഥൂല സൂക്ഷ്മ ഭവതി. അത് സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ വ്യവഹാരം, ഇപ്പടി കാണപ്പെടുന്ന മനസ്സ്, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, അതുകൊണ്ട് വരുന്ന സംസാരം, ഇത്രയും സ്ഥൂലവുമാണ് സൂക്ഷ്മവുമാണ്. ഇത് ഒരു വ്യവഹാരം മാത്രമാണ്. വ്യവഹരിക്കുന്ന അത്രയും കാലം മാത്രമേ നിലനിൽപ്പുള്ളൂ, പിന്നില്ല. ഞാനൊരു സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സുഖമാണെന്ന് ഞാൻ വ്യവഹരിക്കുന്ന അത്രയും സമയം മാത്രമേ അതിന് സൗഖ്യമുള്ളൂ. കഴിയുമ്പം അത് പോകും, മറ്റൊന്നാൾ. ഇതാരാ നിശ്ചയിക്കുക? ഞാൻ തന്നെ നിശ്ചയിക്കും. എന്റെ സുഖദുഃഖങ്ങൾക്ക് അധികാരി ഞാൻ തന്നെയാണ്. എനിക്ക് സുഖം ഉണ്ടാക്കുന്നത് ഞാൻ, ദുഃഖം ഉണ്ടാക്കുന്നത് ഞാൻ. ഇത് ശരിക്ക് തിരിച്ചറിഞ്ഞാൽ ആരെയും പഴിപ്പെടില്ല, പരാതി പറയില്ല. നമുക്കിത് ആരെയെങ്കിലും ഉള്ളിൽ ഒന്ന് കെട്ടിവെച്ചാൽ ശാന്തമായി. എനിക്ക് ദുഃഖം ഉണ്ടാക്കിയത് നിങ്ങൾ ഒറ്റ ഒരാളാണ്, എനിക്ക് സുഖമുണ്ടാക്കുന്നത് നിങ്ങളാണ്, അത് പറയില്ല. മറ്റേത് പറയും. ഇങ്ങനെ മറ്റൊരാളുടേക്ക് ഇത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥനായി എന്നാണ് വിചാരം. അവരല്ല എൻ്റെ ദുഃഖത്തിന് കാരണം, അവരല്ല എൻ്റെ സുഖത്തിന് കാരണം. അവരൊരു കാരണമാണെന്ന് നമുക്ക് തോന്നുന്നത് മാത്രമേ ഉള്ളൂ. ഈ കാരണമായ അവരവിടെ ഇല്ലെങ്കിലും ഞാൻ സുഖം അനുഭവിക്കുന്ന ദുഃഖമുണ്ട്. അപ്പൊ എൻ്റെ ദുഃഖത്തിന് കാരണം അവരല്ല. അവരല്ലെങ്കിൽ വേറൊരാൾ, അല്ലെങ്കിൽ വേറൊരാൾ. ഇതൊന്നുമില്ലെങ്കിലോ, ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആലോചിച്ച് അനുഭവിക്കും. സുഖദുഃഖങ്ങൾ ഞാൻ സങ്കല്പിച്ച് ആലോചിച്ച് എന്ത് ചെയ്യും? അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിന്റെ ദൃഢമായൊരു ഭാവന. അതുകൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ഈ വ്യവഹാരം ഏത് കാലം വരെയാണോ മനസ്സ് ഈ വിഷയത്തിൽ ആസക്തമായിരിക്കുന്നത്, വ്യാപാനയം വ്യവഹാരം, ഈ വിഷയാസക്തി ആയിരിക്കുന്നു, അത്രയും കാലം സ്ഥൂലവുമായ സൂക്ഷ്മവുമായ എല്ലാ വ്യവഹാരവും ആത്മാവിൽ തന്നെ ഉണ്ടാകും. സ്ഥൂലമായ ജാഗ്രതും സൂക്ഷ്മമായ സ്വപ്നവും എൻ്റെ ഈ മനസ്സിൽ തന്നെയുള്ളത്. ജാഗ്രതത്തിലെ സുഖം അനുഭവിക്കുന്നതും മനസ്സുകളും, ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വപ്നത്തിലെ സുഖവും ദുഃഖവും അനുഭവിക്കുന്നതും മനസ്സുമാണ്. ചില സ്വപ്നം സുഖമാണ്, ചില ദുഃഖമാണ്. ജാഗ്രതത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ജാഗ്രതത്തില് നമ്മളെ വേദനിപ്പിക്കും, സ്വപ്നത്തിൽ നമുക്ക് കുഴപ്പമില്ല. അത് സ്വപ്നം രണ്ടിനും ഇതാ സംഭവിക്കുന്നു. ഒരേ മനസ്സ് തന്നെയാണ് രണ്ടിനും വ്യാപരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വ്യവഹാരവും ആത്മാവിൽ പ്രകാശിപ്പിച്ച് വിളങ്ങുന്നതാണ് എന്ന് മാത്രമല്ല, തത്വാദികളായ ത്രിഗുണങ്ങളുടെ ബന്ധം കൊണ്ടാണ് ദേവന്മാരായും മനുഷ്യരായും ജന്തുക്കളായും ഒക്കെ ജനിച്ച് ഓരോ ഗുണസംഗമത്തോട് ചേർന്ന് സംസാരബന്ധത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നതുവരെ മനസ്സ് ഇത് അനുഭവിച്ചു കൊണ്ട് തന്നെയിരിക്കും. ഇത് വിവേകികൾ തിരിച്ചറിയാം. അതുകൊണ്ട് മനസ്സാണ് വ്യവഹാരത്തെ ഉണ്ടാക്കുന്നത്. മനസ്സ് ഉണ്ടാക്കുന്ന വ്യവഹാരം സത്യമാണെന്ന് തോന്നിക്കുന്നത് അതുകൊണ്ടാണ്. ആ മനസ്സാകട്ടെ മായ കൊണ്ടുണ്ടാക്കിയതാണ്. ഞാനാകട്ടെ മായാഗുണങ്ങളിൽ നിന്നും അതിക്രമിച്ചിരിക്കുന്നവനാണ്. ഞാൻ ക്ഷേത്രജ്ഞനാണ്, എന്നെ ഇത് ബാധിക്കില്ല. മനസ്സുകൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഉച്ചനീച ഭാവങ്ങൾ, ഇതിനെയൊക്കെ എൻ്റെ ആത്മബോധം കൊണ്ട് അതിക്രമിച്ചിട്ട് മനോഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന വ്യവഹാരങ്ങളൊന്നും സത്യമല്ല എന്ന് ധരിച്ച് ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുന്ന പദാർത്ഥങ്ങൾ സത്യമല്ല എന്ന് തന്നെ ധരിക്കണം. അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നത്.
അത് സത്യമാണെന്ന് ധരിക്കുന്ന പോലെയാണ് ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചത്. അതുപോലെ ആത്മതത്വം സാക്ഷാത്കരിച്ചവർ പ്രപഞ്ചം മിഥ്യാനുഭവം അല്ലാത്തവർക്ക് വരുന്നത് അത് അനുഭവിച്ചുകൊണ്ട് വരുന്നു. അതുകൊണ്ട് ക്ഷേത്രജ്ഞനായ ഒരു ആത്മസ്വരൂപം ഉള്ളിലുണ്ട്. അത് സാക്ഷിയായി ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഞാനെന്ന ജീവാത്മാവ് ഇതെല്ലാം അനുഭവിച്ചു പരക്കം പാഞ്ഞോടി നടക്കും. ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് വന്നെത്തുമ്പോൾ ഒരു 100-300 പേര് ഒന്നിച്ച് അതിലേക്ക് കയറാൻ വേണ്ടി ഒറ്റ വാതിൽ കൂടി ഇടിച്ച് ഞെക്കി അകത്ത് കിടന്ന കാഴ്ച ദൂരെ നിന്ന് ഞാൻ കാണാം. കാരണം എനിക്ക് ഈ ബസ്സിനല്ല പോകേണ്ടത്. ഞാൻ സാക്ഷിയായിട്ട് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും. കഷ്ടം എത്ര വേണ്ടിക്കുക, നാളെ ഞാനും ഇതുപോലെ ചെയ്യും. അപ്പോൾ മറ്റൊരാൾ സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഞാനെന്ന ആത്മസ്വരൂപമായ സത്യം ഈ സമസ്ത കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് ഉള്ളിൽ അങ്ങനെ വിളങ്ങി പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അതിനെ അറിയില്ല, കാണില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഈ ബാഹ്യമായ ഓട്ടവഴിയിൽ കൂടി സഞ്ചരിച്ച് നടന്ന് കഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. അല്ലയോ രഘുകള, അങ്ങിപ്പോൾ ഇങ്ങനെയാണ് ഓടി നടക്കുന്നത്. സത്യം മനസ്സിലാക്കി താവാനയം വ്യവഹാര പദാവി ക്ഷേത്രജ്ഞ ഭക്ഷ്യോ ഭവതി സ്ഥൂലസൂക്ഷ്മാം തസ്മന്മനോ ലിംഗ. അതുകൊണ്ട് മനസ്സ് ലിംഗ മധു വദന്തി. അതുകൊണ്ട് മനസ്സിനെ ലിംഗമാണെന്നും കാരണമാണെന്നും വദന്തി പറയും. തസ്മാൻ മനോ ലിംഗ മധു വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യ. പരവും അവരവുമായ ഈ വ്യവഹാരത്തിന് ഗുണാഗുണങ്ങളായിരിക്കുന്ന പരാവരങ്ങളായി, ഒന്ന് പരം മറ്റത് അവരം, ഒന്ന് ഗുണം മറ്റത് അഗുണം, ഒന്ന് ഗുണമുള്ളത് മറ്റു ഗുണമില്ലാത്തത്. ഈ വ്യവഹാരത്തിന് കാരണം മനസ്സാണെന്ന് ശരിക്കും തിരിച്ചറിയരുത്. തസ്മന്മനോലിംഗമതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യാം താവാനയം വ്യവഹാരപദാവിക്ഷേത്രജ്ഞ സാക്ഷ്യോ ഭവതി സ്ഥൂലസൂക്ഷ്മാം തസ്മന്മനോലിംഗമതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യാം താവാനയം വ്യവഹാരപദാവിക്ഷേത്രജ്ഞ സാക്ഷ്യോ ഭവതി സ്ഥൂലസൂക്ഷ്മാം തസ്മന്മനോ ലിംഗമതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യാം. ഗുണാനുരക്തം വ്യസനായ ജന്തോഃ പ്രേമായ നൈർഗുണ്യമധോ മനസ്യാത് യഥാ പ്രദീപോ കൃതവർത്തിമസ്നൻ ശിഖാ സധൂമാ ഭജതി ശൂന്യതാ ത്വം പദം തഥാ ഗുണകർമ്മ അനുബദ്ധം വൃത്തിർമന സ്വയതത്വം. ഗുണാനുരക്തം വ്യസനായ ജന്തോഃ. ഗുണങ്ങളിൽ ആസക്തമായി തീരുന്ന മനസ്സ് വ്യസനായ ദുഃഖത്തിലേക്ക് ജന്തുവിക്ക്. ത്രിഗുണങ്ങളിൽ അനുരക്തമായിരിക്കുന്ന മനസ്സ് വ്യസനത്തിന് വേണ്ടി മാത്രമാണ്. ക്ഷേമായ, ക്ഷേമത്തിനാണ്, ഐശ്വര്യത്തിനാണത് നൈർഗുണ്യം. 3 ഗുണങ്ങളും ബാധിക്കാതിരിക്കുക. അഥോ മനസ്യ, അതാണ് മനസ്സ്. അഥ അനന്തരം നൈർഗുണ്യമാണ്, ഗുണാതീതനായിട്ടാണെങ്കിൽ അത് ക്ഷേമത്തിനായിട്ട് തന്നെ. ഒരേ മനസ്സ് തന്നെ ഗുണങ്ങളോട് കൂടി ചേരുമ്പോൾ, ആസക്തിയോട് കൂടി ചേരുമ്പോൾ ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നു. അതേ മനസ്സ് തന്നെ ഗുണങ്ങൾക്ക് അപ്പുറത്തുള്ള ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ചാൽ അയാൾക്ക് ക്ഷേമത്തിനായിട്ട് ഭവിക്കും. ഇതിനൊരു ഉദാഹരണം പറയുകയാണ്. യഥാ പ്രദീപോ കൃതവർത്തിമസ്നൻ. എപ്രകാരമാണോ പ്രദീപ, വിളക്ക്, കൃതം നെയ്യ്, വർത്തിച്ചിങ്.
കൃതവർത്തിൻ അഗ്നൻ, അത് ഭക്ഷിച്ചുകൊണ്ട് അനുഭവിച്ചു. വിളക്ക് കൊണ്ടുവച്ചു, നിറച്ച് നെയ്യൊഴിച്ചു, ഒരു തിരിയിട്ടു, കത്തിച്ചു. അങ്ങനെ കത്തിച്ചാൽ ആ നെയ്യ് തീരുന്നിടം വരെ ഈ തിരി എന്ത് ചെയ്യും? ഇതിന്റെ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതിൽ അഗ്നി ജ്വലിപ്പിക്കും. ശിഖാഹ, അപ്പൊ എന്തുണ്ടാകും? ജ്വാലയുണ്ടാകും. ജ്വാലയുണ്ടായാൽ പധൂമോ, അതിന്റെ കൂടെ എന്തുണ്ടാകും? പുകയുണ്ടാകും. ഉറപ്പാണ്. ഈ പുക നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് വേണോ? വേണ്ട. നമുക്ക് ശല്യമാണ്, ഉപദ്രവമാണ്, നിറവുണ്ടാക്കും, കാണാൻ കൊള്ളില്ല, അവരെല്ലാം പുക പിടിപ്പിക്കും. ഈ ശല്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എണ്ണയൊഴിച്ച് നെയ്യൊഴിച്ച് ഒരു തിരി കത്തിച്ചാൽ അപ്പൊ തന്നെ കൂടെ എന്തുണ്ടാകും? പുകയുണ്ടാകും. പുക വേണ്ടാത്തതാണ്, പക്ഷെ എന്ത് ചെയ്യും? ഉണ്ടാകും. പധൂമാ ഭജതി ഹി അന്യതാത്വം. നെയ്യും തിരിയും തീർന്നാൽ അത് അന്യതാത്വം, ആ അഗ്നി തന്നിലേക്ക് തന്നെ. ഈ അഗ്നിയെ പുകയും ബാധിക്കില്ല, നെയ്യും ബാധിക്കില്ല, വെയിലും ബാധിക്കില്ല. അഗ്നി ഇതിൽ എപ്പ കടന്നുകൂടിയോ അപ്പ മുതൽ ഇതിങ്ങനെ കത്തിച്ച് എരിച്ച് തീർക്കുന്നത്. നെയ്യും തിരിയും തീർന്നാൽ അത് പഞ്ചഭൂതമായിട്ട് പഞ്ചഭൂതങ്ങൾ ഒന്നായ അഗ്നിയായിട്ട് മാറുകയും ചെയ്യും. പുകയോട് കൂടിയ ജ്വാലകൾ അഗ്നിക്ക് ഉണ്ടാകും, അത് മാറ്റമില്ലാത്ത. അതുപോലാണ് മനസ്സ് ഗുണകർമ്മങ്ങളിലെ സംയോഗം നിമിത്തം, നെയ്യുടെയും തിരിയുടെയും സംയോഗം നിമിത്തം അഗ്നിക്ക് എങ്ങനെ പുകയുണ്ടാകുന്നോ അതുപോലെ ഗുണകർമ്മങ്ങളിലെ സംയോഗം കൊണ്ട് മനസ്സിൽ കാമാതിവൃത്തികൾ ഉണ്ടാകും. ഈ കാമാതിവൃത്തികൾ ആവശ്യമില്ല, പക്ഷെ എന്തുണ്ടാകും? അതുണ്ടാകും. നല്ല വിളക്കാണ്, ഏറ്റവും വലിയ ഉന്നതമായ ഒരു വലിയ പ്രതിഭാണ്. അവിടെ ഈ തിരി അങ്ങോട്ട് കത്തിച്ചപ്പോൾ എന്തോ ഒരു പുക, കഷ്ടമായി തോന്നുന്നു, ഉദ്യോഗത്തിന് കാര്യമില്ല. മനസ്സ് ഗുണകർമ്മങ്ങളോട് ചേർന്നാൽ ഈ കാമാദികളായ വേണ്ടാത്ത വൃത്തികളെ കൂടി ആശ്രയിക്കുക എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ്. ആ ഗുണകർമ്മ ബന്ധമില്ലാതെ ആയാൽ, ഈ അഗ്നിക്ക് നെയ്യിനോടും തിരിയോടുമുള്ള ബന്ധമില്ലാതായാൽ ആ അഗ്നി സ്വയം ഉള്ളിലേക്ക് പരിണമിച്ചിട്ട് പുകയുമില്ല, ജ്വാലയുമില്ല. ബന്ധമോക്ഷങ്ങൾക്ക് കാരണം സഗുണ നിർഗുണമായ മനസ്സ് തന്നെ എന്നോർക്കുക. സുന്ദരമായ ഉദാഹരണം നമ്മൾ എന്നും ചെയ്യുന്ന ഒരു ഉദാഹരണമാണ്. വിളക്ക് കത്തിക്കുമ്പോൾ പുക നമുക്ക് ആവശ്യമില്ല, ചെടിയും പുകയുണ്ടാവും. ഗുണകർമ്മങ്ങളിലെ സംയോഗം കൊണ്ട് പുണ്യവും ഉണ്ടാകും, പാപവും ഉണ്ടാകും. അതേസമയത്ത് ഗുണകർമ്മവുമായുള്ള ബന്ധം തീർന്നാൽ ഇന്നുവും തീർന്നും പാപമുണ്ട്. ഇത് മനസ്സിന്റെ വൃത്തിയാണ്, സ്വഭാവമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ പുണ്യത്തെ സ്വീകരിച്ച് പാപത്തെ മാറ്റാം. നമ്മൾക്ക് പുകയല്ല വേണ്ടത്, തീയുടെ പ്രകാശമായി ജ്വാലയാണ് നോക്കേണ്ടത്. അതേ നമ്മൾ സ്വീകരിക്കും, മറ്റേ നമ്മൾ സ്വീകരിക്കില്ല. പോലെയാണ് മനസ്സിന്റെ അവസ്ഥ എന്നതും നിത്യേന ഉപയോഗിക്കുന്ന ഉദാഹരണത്തിൽ കൂടി ഭാഗവതം വ്യക്തമായി. പദം തഥാ ഗുണകർമ്മ അനുബദ്ധം വൃത്തി മനഃ ശ്രേയതേ അന്യത്രത്വം. ഈ ഗുണകർമാനുബദ്ധമായ കർമ്മങ്ങളോട് ചേർന്നുള്ള വൃത്തികളെ ശ്രേയതയെ ആശ്രയിക്കുന്നു, പ്രാപിക്കുന്നു. അന്യത്ര മറ്റു സമയത്ത് തത്വം പദം ശ്രേയതേ പരമാർത്ഥമായ തത്വത്തെയും ആശ്രയിക്കുന്നു. രണ്ടിനും ഒരു മനസ്സാണ്, രണ്ടിനും ഒരു അഗ്നിയുണ്ട്. പുകയുണ്ടാക്കുന്നതും തീ വരുന്നതും ഒരേ അഗ്നി. ഗുണാനുരക്തം ജഫനായ നൈർഗുണ്യമഥോ മനസ്യാൻ യഥാ പ്രതീകോ കൃതപത്തിമസ്നൻ ശിഖാ സധൂമാ ഭജതി ഹ്യന്യദാസം.
പദം തഥാ ഗുണകർമാനുബദ്ധം വൃത്തിർമനശ്രൈവന്യത്വം ഗുണാനുരക്തം വ്യസനായ ജന്തോഃ പ്രേമായ നൈർഗുണ്യമഥോ മനസ്യാത് യഥാ പ്രദീപോ ഖവർത്തിമസ്മൻ ശിഖാഫധൂമാ ഭജതിഹ്യന്യദാസ്തം പദം തഥാ ഗുണകർമാനുബദ്ധം വൃത്തിർമനശ്രൈവന്യത്വം ഗുണാനുരക്തം വ്യസനായ ജന്തോഃ പ്രേമായ നൈർഗുണ്യമഥോ മനസ്യാത് യഥാ പ്രദീപോ ഖൃതവർത്തിനസ്നൻ ശിഖാഫധൂമോ ഭജതിഹ്യന്യദാസ്തം പദം തഥാ ഗുണകർമാനുബദ്ധം വൃത്തിർമനശ്രൈവന്യത്വം ഏകാദശാസൻ മനസോ ഹൃദയാം ആകൂതയ പഞ്ചഭ്യോഭിമാനാം മാത്രാണി കർമാണി പുരം തഥാസാം വദന്തി അധികാദശരീര ഓം. ഏകാദശ ആസൻ മനസോ ഹൃദയ, മനസ്സിന്റെ വൃത്തികൾ 11 വിധത്തില. മനസോ ഹൃദയ ഏകാദശ ആസൻ. ആകൂതേഹ പഞ്ച, ആകൂതികൾ 5. ധിയോ അഭിമാനം, ബുദ്ധി അഭിമാനം. മാത്രാണി കർമാൻ, മാത്രകൾ കർമ്മങ്ങളാണ്. പുരഞ്ച താസാം ഭൂമിഹി വദതി, അവയ്ക്കുള്ള പുരം ഭൂമിയാണെന്ന് പറയുന്നു. അങ്ങനെ ഹേ വീര, മനസ്സിന്റെ വൃത്തികൾ 21. മനസ്സിന് 11 വൃത്തികളുണ്ട്. ഏകാദശ. എന്റെ ക്രിയാരൂപമായ വൃത്തികൾ 5. ജ്ഞാനരൂപമായ വൃത്തികൾ 5. കർമ്മേന്ദ്രിയങ്ങൾ ക്രിയാരൂപമായ വൃത്തിയാണ്, 5. ജ്ഞാനേന്ദ്രിയങ്ങൾ ജ്ഞാനരൂപ വൃത്തികളാണ്, 5. കണ്ണുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരാളെ വെട്ടാൻ പറ്റില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് ജ്ഞാന രൂപവൃത്തികളാണ്. പക്ഷെ ക്രിയാരൂപങ്ങൾ ചെയ്യാൻ കയ്യെ പറ്റും, അല്ല കാലേ പറ്റുള്ളൂ. അപ്പൊ 10 ആയി. അഭിമാന രൂപമായ വൃത്തി 1 ഉള്ളൂ, അത് ബുദ്ധിയാണ്. ഇനിയും ഈ വൃത്തികളുടെ വിഷയങ്ങൾ, അത് ശബ്ദാദികളായ 5 വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ വൃത്തേഹ എന്ന് പറയുന്നത്. അവയുടെ പ്രവൃത്തികൾ, അവയുടെ തന്മാത്രകൾ കൂടിയാണ്. ശബ്ദാദികളായ 5 തന്മാത്രകൾ ജ്ഞാനേന്ദ്രിയങ്ങൾക്കുണ്ട്. രൂപം, രസം, സ്പർശം, ശബ്ദം മുതലായിരിക്കണം. ഗമനാദികളായ 5 കർമ്മേന്ദ്രിയങ്ങൾക്കുണ്ട്. ഗമനം, ആകുഞ്ചനം, വികുഞ്ചനം, ഈ കർമ്മേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തികൾ. അഭിമാനത്തിന് വിഷയം ശരീരം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1 ഉള്ളൂ. ധിയോഭിമാനം. ഇങ്ങനെ 11 വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണ് മനസ്സിന്റെ 11 പ്രവൃത്തികൾ നിലനിൽക്കുന്നത്. ഈ ഭൂമികളെ ജയിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ വീരനാവൂ. ഹേ വീര, ഭൂമിഹി താസാം ഭൂമിഹി, ഈ ഭൂമികളെ, ഈ വിഷയങ്ങളെ, ഈ 11 തരത്തിലുള്ള വിഷയങ്ങളെ, കർമ്മങ്ങളും പുരങ്ങളും ചേർന്ന് കിട്ടുന്ന 11 വിഷയങ്ങളെ ആരാണോ അതിക്രമിക്കുന്നത്, അതിനെ ജയിച്ചാൽ മാത്രമേ വീരനാവുകയുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കണം. മനസ്സിന്റെ സഞ്ചാരസ്ഥാനങ്ങളായതുകൊണ്ടാണ് 11 വൃത്തികളെ ഭൂമികളായി, അതിന്റെ വ്യാപാര മേഖലകളായിട്ട് കൽപ്പിച്ചത്. അതുകൊണ്ട് രാജാവേ, അന്ന് എന്നോട് പറഞ്ഞില്ലേ അഭിമാനത്തിന്റെ കാര്യമൊക്കെ? ഇതൊക്കെ എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കാതെ വെറുതെ വിളിച്ചു പോവുകയല്ലേ അഭിമാനം എന്നൊക്കെ? അതൊക്കെ മനസ്സിന്റെ വൃത്തികളാണ്.
ആ വൃത്തികൾ കൂടിയേ നമുക്ക് പറ്റുകയുള്ളൂ പോവാൻ. ഏകാദശാഫന്മനസോ വിവൃത്തയ ആകൂതയ പഞ്ചധിയോഭിമാന മാത്രാണി കർമാണി പുരം ചതാഫം വദന്തി ഹൈകാദശ വീരഭൂമി. ഏകാദശാഫന്മനസോ വിവൃത്തയാം ആകൂതയ പഞ്ചധിയോഭിമാന മാത്രാണി കർമാണി പുരം ചതാഫം വദന്തി ഹൈകാദശ വീരഭൂമി. ഗന്ധാകൃതി സ്പർശരസ്രവാംസി വിസർഗരത്യഭിജൽപശിൽപാ ഏകാദശം സ്വീകരണം മമേതി ശയ്യാമഹം ദ്വാദശമേക ആഹൂ. ഗന്ധം, ആകൃതി, സ്പർശം, രസം, സ്രവാംസി ശബ്ദങ്ങൾ, ഈ 5 വൃത്തികൾ ജ്ഞാനേന്ദ്രിയത്തിന്റെ 5 തന്മാത്രകളാണ്. ഗന്ധം മൂക്കിന്റെ, ആകൃതി കണ്ണിന്റെ, സ്പർശം ത്വക്കിന്റെ, രസം നാവിന്റെ, സ്രവസ് ചെവിയുടെ. ഗന്ധാകൃതി സ്പർശരഫസ്രവാംസി ഒറ്റ വരിയിൽ 5 തന്മാത്രകളെ ഒതുക്കി കാണിച്ചു.
ഇനിയും കർമ്മേന്ദ്രിയങ്ങളുടെ കർമ്മപഥങ്ങളെ കാണിക്കാൻ വിസർഗം, രതി, അർത്തി, ജൽപ്പ, ശില്പ. വിസർഗം മലമൂത്ര വിസർജനങ്ങൾ. വിസർഗം രതി, രതിലീലകളുടെ സംഭവം. അർത്തി എന്ന് വെച്ചാൽ ഗമനം, അത് കാലിന്റെ ജോലിയാണ്. അഭിജൽപഹ എന്ന് വെച്ചാൽ സംഭാഷണം, അത് നാവിന്റെ ജോലിയാണ്. ശില്പ കൈകൊണ്ടുള്ള പ്രവൃത്തി. ഇതഞ്ചും കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളാണ്. കർമ്മേന്ദ്രിയങ്ങൾ കയ്യ്, കാല്, എന്താണ്, പിന്നെ എന്താണ്, ഗുദം, ഉപസ്ഥം, വാക്ക്. ഈ അഞ്ചെണ്ണമാണ് കർമ്മേന്ദ്രിയം. ഗുദത്തിന്റെ ജോലി വിസർജനമാണ്. ഉപസ്ഥത്തിന്റെ ജോലി സ്ത്രീ പുരുഷ സംഭോഗമാണ്. കാലിന്റെ ജോലി സഞ്ചാരമാണ്. കൈയുടെ ജോലി എടുക്കൽ, കൊടുക്കൽ, വാങ്ങലാണ്. നാവിന്റെ വാക്കിന്റെ ജോലി സംഭാഷണം. ഇതെല്ലാം ഗന്ധാകൃതി സ്പർശരഫ ശ്രവാംസി വിസർഗ രത്യത്യ അഭിജൽപശില്പാ. വിസർഗം, രതി, അർത്തി, അഭിജൽപം, ശില്പം. ഇവയെല്ലാം ഏകാദശം സ്വീകരണം മമേതി. ഇതുകൂടാതെ 11ാമത്തേത് എന്റേതെന്നുള്ള അഭിമാനത്തിന് ആസ്പദമായിരിക്കുന്ന ശരീരം. ഇങ്ങനെ 11 വൃത്തികൾ മനസ്സിലുണ്ട്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശരീരം ഉണ്ടെങ്കിൽ രണ്ടുമില്ല. ഏകാദശം സ്വീകരണം മമ ഇതി ശയ്യാം അഹം ദ്വാദശം ഏകയാം. ഇനിയും വേറെ ചിലര് 12ാമത്തേതായിട്ട് അഹങ്കാരം എന്നുള്ളതിനെ പറയുന്നു. അതിനെ ശയ്യ, കിടക്ക എന്നാണ് പറയുക. കിടക്കുക എന്നുള്ള പ്രവൃത്തി കൂടി ചേർത്തിട്ട് അതിനെക്കൂടി മനസ്സിന്റെ വൃത്തിയായിട്ട് സങ്കല്പിച്ചിട്ട് അഹങ്കാരത്തിന് കിടക്കാനുള്ള സ്ഥാനം എന്നുകൂടി പേരുണ്ട് എന്നുള്ളത് കൊണ്ട് 12ാമത്തെ വൃത്തിയായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് ചിലര് പറയുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എങ്കിലും അങ്ങനെയുള്ള ഒരു വാദം നിലവിലുള്ളത് കൊണ്ട് അതിനെക്കൂടി ഒന്ന് അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അഹങ്കാരം മനസ്സിന്റെ വൃത്തിയായതുകൊണ്ട് ഞാൻ അതിനെക്കൂടി മനസ്സിലാക്കപ്പെടുത്തിക്കൊണ്ടാണ് 11 പറഞ്ഞത്. 12 ഇല്ല. പക്ഷെ 12 ചിലർ പറയുന്നു. ചില ഗ്രന്ഥങ്ങൾ ഇത് കാണാറുണ്ട്. താൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് ഭംഗ്യന്തരേണ ആ ആശയത്തെ എടുത്തു മുമ്പിൽ വെച്ചിട്ട് അതിനെ താൻ അംഗീകരിക്കാത്ത കാരണങ്ങൾ പറഞ്ഞു പ്രശംസിക്കാം. ഗന്ധാഗതി സ്പർശരവശ്രവാംസി വിസർഗരത്യഭിജൽപശില്പാം ഏകാദശം സ്വീകരണം മമേതി ശയ്യാവഹം ദ്വാദശമേകാഹു. ഗന്ധാഗതി സ്പർശരവശ്രവാംസി വിസർഗരത്യഭിജൽപശില്പാം ഏകാദശം സ്വീകരണം മമേതി ശയ്യാവഹം ദ്വാദശമേകാഹു. ഗന്ധാഗതി സ്പർശരവശ്രവാംസി വിസർഗരത്യഭിജൽപശില്പാം ഏകാദശം സ്വീകരണം മമേതി ശയ്യാമഹം ദ്വാദശമേക ആഹു. ഇതൊക്കെ പറഞ്ഞു വരുന്നത് മനസ്സിന്റെ വൃത്തികളെ ശരിയായിട്ട് മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണിത്. വാസ്തവത്തിൽ അതിന്റെ വൃത്തികൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അല്ലയോ രാജാവേ, അങ്ങ് ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾക്കും അധിക്ഷേപങ്ങൾക്കും അങ്ങയുടെ അഹങ്കാരത്തിനും അറുതി വരുത്തിയിട്ട് ലക്ഷ്യത്തിലേക്ക് പോകണം. അതാണ് അങ്ങ് അന്വേഷിച്ചു പോകുന്ന വിവേകമെന്ന ജ്ഞാനം. അതിലേക്ക് പറഞ്ഞുവിടാൻ വേണ്ടി ഒരു ഒരുക്കമാണ്. ഇത് തീരാതാവുമ്പോഴേ നമുക്ക് ഇതിന്റെ ലക്ഷ്യം ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അതിനു മുമ്പ് അതായത് ചേനയുടെ ചുവട്ടിലിരിക്കുന്ന ആ ചേന എന്ന കായെടുക്കാൻ വേണ്ടി വളരെ ദൂരെ കളയ്ക്കും. ഇതെന്തിനായി ഈ ദൂരെയൊക്കെ കളിക്കുന്നത്? ഇതിന്റെ താഴെയിലിരിക്കുന്നത് ദൂരെ കളിച്ചാൽ ഇത് കിട്ടുമോ എന്നൊക്കെ തോന്നും. പക്ഷെ ദൂരെ കളിച്ച് അടുത്തേക്ക് വന്നെങ്കിൽ മാത്രമേ കേടുപാട് കൂടാതെ ഈ ചേന പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള ഒരു യത്നമാണ് ഈ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്തിനാ ഈ ദൂരെ കിളയ്ക്കാൻ പോയത് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കളിച്ചെങ്കിൽ മാത്രമേ ഈ വിത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയുള്ള യത്നമാണ് എന്ന് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കി ഭാഗം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമുക്ക് സമയം എന്തായിരിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെ ചോദിക്കാം, അല്ലെങ്കിൽ സാറ് ഋഷഭദേവൻ ഉപദേശിച്ചു കൊടുത്തതല്ലേ ഈ പറയുന്നതൊക്കെ? ഏതാ ഋഷഭദേവൻ ഭരതരാജാവിന് ഉപദേശിച്ചു കൊടുത്തതാണല്ലോ ഈ പറയുന്നതൊക്കെ രഘുഗണൻ ഉപദേശിക്കുന്നത്. അതെ. അപ്പം ഈ ജന്മങ്ങൾ കഴിഞ്ഞാലും ഇത് ഒരു സംസ്കാരം ഇങ്ങനെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഓരോ ജന്മം കഴിഞ്ഞാലും പഴയ സംസ്കാരം ഇരിക്കും. വാസന തീരുന്നവരെയാണ് ജന്മം. വാസന തീർന്നാൽ പിന്നെ ജന്മമില്ല. വാസന തീർന്നവരെ ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ? ഏത് ജന്മത്തിലായാലും, ദേവനായാലും മനുഷ്യനായാലും ഋഷിയായാലും പുഴുവായാലും ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഓരോ ജന്മത്തിലും മാറുന്നില്ല. ദുഷ്ടൻ ദുഷ്ടനായിട്ടും നല്ലവൻ നല്ലവനായിട്ട് തന്നെയാ ജനിക്കുക വാസനയോടുകൂടി. ദുഷ്ടന്റെ ദുർവാസനകളെ അയാൾ ശമിപ്പിച്ചു വരികയാണെങ്കിൽ അയാൾ ഋഷിയാകും, ഋഷിയായിട്ട് ജനിക്കും. അത് ശമിപ്പിക്കുന്നില്ല അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ തന്നെ ജനിക്കും. അതിനാണല്ലോ ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ദുർവാസനകൾ ക്ഷയിച്ച് തീരെ കുറയും. ഒരു പക്ഷേ ഒരു ദുഷ്ടനായിട്ട് ചിലപ്പോൾ ആ 10, 15, 20, 30 വർഷം വേണ്ടി വരുള്ളൂ, അല്ലെ അയാൾ വേഗം പോകും. കാരണം അത് തീർന്നു അയാളുടെ വാസന. ഈ വാസനയാണ് ജന്മങ്ങൾക്ക് കാരണം. വാസന ഒടുങ്ങിയാൽ പിന്നെ ജന്മമില്ല. നിജനായ ഒരാൾ നിജനായിട്ട് തന്നെ ജനിക്കണമെന്നില്ല. ആ ജന്മത്തിൽ അയാൾ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തോതനുസരിച്ചിട്ട് കൂട്ടി അതിനെ ഗുണിച്ച് ഹരിച്ച് കുറച്ച് കിട്ടുന്നതനുസരിച്ച് അയാൾക്ക് വീണ്ടും ജനിക്കും. സാർ, ഇവിടെ ഇപ്പൊ ആദ്യമായിട്ട് പറഞ്ഞു വരുന്നത് ആത്യന്തികമായിട്ടുള്ള തത്വം ഉൾക്കൊള്ളാതെ വേദങ്ങളിലെ കർമ്മകാണ്ഡത, അതായത് യാഗം യജ്ഞം ഒക്കെ ചെയ്യുന്നതിന്റെ വിവരതയെക്കുറിച്ചല്ലയോ ഈ പറഞ്ഞുകൊണ്ട്. കാരണം അതുകൊണ്ട് യാതൊന്നും സാധ്യമാകത്തില്ല. പക്ഷെ അങ്ങനെ വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അതിന് ഉള്ള ഓരോരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞ് കൊണ്ടുവരിക. എങ്ങനെയൊക്കെ വിരക്തി ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെയൊക്കെ വാസനകൾ ക്ഷയിപ്പിച്ചുകൊണ്ടെന്ന് എന്ന് പറയാൻ പുറപ്പെടുക. അതിനെ അന്ന് നിലവിലുണ്ടായിരുന്ന ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ. കാരണം ഇത് പിന്നെ രഘുഗണനും അറിയാവുന്ന ആയിരിക്കുമല്ലോ ശാസ്ത്രത്തിൽ. രഘുഗണൻ ആത്മജ്ഞാനം അന്വേഷിക്കാൻ പോവുകയാണല്ലോ. അപ്പം അതിനുള്ള യോഗ്യത ഇപ്പൊ രഘുഗണനായിട്ടില്ല, അത് പറയാൻ പുറപ്പെടുക. അതെ, അതാണ്. താങ്കൾ ഇപ്പൊ പോകുന്ന വഴിക്കാണല്ലോ എന്നെ ഈ ശകാരിച്ച മുഴുവൻ. അതെ, അതിന്റെ സാങ്കത്യം ഒന്ന് വെളിപ്പെടുത്താൻ പുറപ്പെട്ട ബുദ്ധിപൂർവ്വം ചെയ്താ. ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അതിനെ വ്യക്തമാക്കി കൊടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ നിത്യ ജീവിതത്തിലെ അനുഭവങ്ങളെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി ഉദാഹരണം പറഞ്ഞു. നമുക്ക് പരിചിതമായ ഉദാഹരണങ്ങൾ. ഈ രഘുഗണനല്ലേ സാറേ മറ്റേ ഇന്ദ്രനില്ലായിരുന്നപ്പം ആ ഇന്ദ്രലോകം കൈയടക്കിയതൊക്കെ ഇത് ഈ പാർട്ടി തന്നെയാണോ? ഇന്ദ്രലോകം കൈയടക്കിയോ? എന്നിട്ട് മറ്റേ ഇതോ ബ്രഹ്മഹത്യാഭാവം ഇന്ദ്രനെ കിട്ടിയപ്പം പോയപ്പോ ആ സമയത്ത് കയറി ഇന്ദ്രലോകം പോയത് ഈ രഘുഗണനാണോ? നഹുഷനല്ലേ അത്? നഹുഷനാണ്. ഓക്കെ, രഘുഗണനല്ല, അങ്ങനെ ഞാൻ കേട്ടില്ല. നഹുഷൻ ഇന്ദ്രലോകം കൈയടക്കി കുറച്ചു നാളത്തേക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയാൻ പറ്റില്ല, പേര് തെറ്റിപ്പോയ സാറേ. ഓ ശരി. രഘുഗണ മഹാരാജാവിന് ശരിക്കും തത്വപ്രധാനം പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കുക. ഒരു 3 അധ്യായം 4 അധ്യായം കൊണ്ടായിരുന്നു നീണ്ട ഉപദേശം. ആദ്യം തന്നെ പറയുന്നത് ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് എങ്ങനെയാണ് അത് അടക്കേണ്ടത് എന്നുള്ളതാണല്ലേ അടുത്ത ആപ്ലിക്കേഷൻ ശരിക്കും ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് വളരെ നല്ല എന്താണ് ഒരെണ്ണം പഠിച്ചാൽ മതി. 8ാമത്തെ ഒരു ശ്ലോകം. അതെ, അവിടുത്തെ ശ്ലോകം മതി.
അറിയുന്നില്ല. ഗുണാനുരക്തം ജഫനായ ഇതെപ്പോഴും ഓർമ്മിച്ചേക്കും. ക്ഷേമമായ അതുകൊണ്ട് മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ അത് പതുക്കെ ആയിക്കോളും. പല പ്രാവശ്യം കേൾക്കുമ്പോ പതുക്കെ ആയിക്കോളും. താങ്ക് യു സാർ. അയ്യോ, പക്ഷെ എന്തെങ്കിലും പ്രസംഗിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ.